ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കഥ പറയാനാണ്. ഈ കഥയിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്നാമത്തെ കഥാപാത്രത്തിന്റെ പേര് മുത്തു എന്നാണ്. മുത്തു ഒരു നാച്ചുറൽ ബോഡി ബിൽഡറാണ്. രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേര് വിക്രമൻ എന്നാണ്. വിക്രമൻ ഒരു സ്റ്റെറോയിഡ് ബോഡി ബിൽഡറാണ്. ഈ വിക്രമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഥയിലേക്ക് നമുക്ക് തുടങ്ങാം. അപ്പോൾ മുത്തുവും വിക്രമനും വർക്കൗട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരാണ് ഹെൽത്തി എന്നും ആരാണ് ലോങ് ആയിട്ട് ജീവിക്കുന്നതെന്നും നമ്മൾ ഈ കഥയിലൂടെ തിരിച്ചറിയാം. അപ്പോൾ രണ്ടുപേരും രാവിലെ 6 മണിക്ക് ഉറക്കമെണീറ്റു, സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു. വിക്രമൻ പതിവ് പോലെ സിനിമ കാണാൻ പോകുമ്പോൾ പോപ്കോൺ തിന്നും പോലെ സപ്ലിമെന്റും സ്റ്റെറോയിഡ് ഗുളികകളൊക്കെ വാരി വലിച്ച് തിന്നാൻ തുടങ്ങി. മുത്തു ആവട്ടെ നാച്ചുറൽ ആയിട്ടുള്ള എഗ്സും ഓട്സും പീനട്ട് ബട്ടറും മാത്രം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുവരും 3 മാസത്തിന് ശേഷം വിക്രമൻ വളരെ ബിഗറും സ്ട്രോങ്ങറും വലിയ വെയിൻസ് ഒക്കെ തെളിയുന്ന ഒരു ഹൾക്ക് പോലെ ഒരാളായിട്ട് മാറി. അതേസമയം മുത്തു ആവട്ടെ 3 മാസത്തിന് ശേഷവും വലിയ റിസൾട്ട് ഒന്നുമില്ല. സ്ലോലി മുത്തു ബിഗറും സ്ട്രോങ്ങറും ആയിക്കൊണ്ടേയിരുന്നു. വിക്രമൻ 1 വർഷത്തിന് ശേഷം ഒരു ഹൾക്കായിട്ട് തന്നെ മാറി, വളരെ ബിഗറും സ്ട്രോങ്ങറും ആയിട്ട് മാറി, ഒരു ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 1-2 വർഷത്തിന് ശേഷം വിക്രമന്റെ ആരോഗ്യം നശിക്കാൻ തുടങ്ങി. വിക്രമൻ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ വിക്രമൻ ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. 1-2 വർഷത്തിന് ശേഷം മുത്തുവിന് മികച്ച നാച്ചുറൽ ബോഡി ഉണ്ടാവുകയും വളരെ ലോങ് ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട്, വളരെ സന്തോഷപൂർവമായിട്ടുള്ള ഒരു ജീവിതം മുത്തു നയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു പാഠം ഉൾക്കൊള്ളാൻ സാധിച്ചുവെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഈ കഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ പാഠം എല്ലാ കാലത്തും ഓർത്തിരിക്കണം. കാരണം നിങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് വിക്രമന്മാരുണ്ട്. ഈ വിക്രമന്മാര് ഒരു ജീവിതമല്ലേ ഉള്ളൂ, എന്ത് നോക്കാൻ? ഈ സ്റ്റെറോയിഡ്സും സപ്ലിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യും. ഒരു 3 മാസം കൊണ്ട് വിക്രമന്റെ ബോഡി പോലെ ഹൾക്കിനെ പോലെ ആവാം. എന്തിനാണ് വർഷങ്ങൾ കാത്തിരിക്കുന്നത്? നാച്ചുറൽ ബോഡിയൊക്കെ മെനക്കേടല്ലേ, വർഷങ്ങളെടുത്ത് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിക്രമന്മാരുടെ കുഴിയിൽ ചെന്ന് ചാടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ മുത്തുവിനെ പോലെ ആയി മാറുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.